പൊക്കണ്ടേ ഇതെടുക്കുന്നല്ലേ പറയുന്നത് പൊക്ക് പൊക്ക് അല്ല നേരത്തെ പോലെ വെക്കിയൊക്കെ വീണക്കല്ല ബാ ഇല്ല ഇല്ല ബാ ഇല്ല ബാ ആദ്യം പോയി അത് എന്നാണത് പറ്റിയാമോ ബാ അല്ല അങ്ങനെ ഇരിക്കട്ടെ ഈ പിടിക്കുക ഇങ്ങോട്ട് ഇരിക്കട്ടെ എന്നിട്ടാകുമ്പോൾ ഇരിക്കും കുറേ കൂടി ഇങ്ങോട്ട് ഇരിക്കും നേരത്തെ പോലെ വീണ് കൊണ്ട പിടിക്കാനും ആവില്ല എനിക്ക് വീണാകുമ്പോൾ കട്ടുമ്പോൾ ആയതുകൊണ്ടാണ് വീണ് കിട്ടി ഇരിക്ക് 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 പിന്നെ പരന്നോണ്ട് പോയി എന്താ ദൈവേ കുറിച്ച് കൊണ്ടുവരാൻ കണക്കാവുന്നില്ല നടുവില്ല അതെന്നാണ് ഇരുന്ന ഇത് അത് ചകരിച്ചോറ് ചകരിച്ചോറ് ചവിച്ചോറാ പച്ചക്കറി നടാ പച്ചക്കറി നടാ പച്ചക്കറി നടാൻ ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം മധുരൂടണ ചായയിൽ മധുരൂടണ മധുരൂടണ ചായയിൽ ഒരു പ്രാവശ്യം വില തന്നെ മദ്യം വേണ്ട ഉണ്ടെങ്കിൽ ആ വിലയുണ്ട് ഇപ്പോഴത്തെ വെച്ചാലോ ഇങ്ങോട്ട് വെച്ചാലോ ഓടിച്ചു ഓടണം ആര് ആ എൻ്റെ വയൽക്കാരന് ഏത് വയൽക്കാരൻ ചക്കരയില്ലേ ഏരിയക്കൻ ആരപ്പ ഏരിയക്കൻ എനിക്ക് കൂട്ടെടുക്കുന്നേ ആർക്കാരാ കൂട്ടെടുക്കുന്ന ചക്കൻ ഏരിയക്കനാണ് ആരൊക്കെ എവിടാ എവിടെയാ നിങ്ങൾ കണ്ടിനി നമ്മളെ വീട് എടാ ഇത് നിങ്ങൾക്ക് അറിഞ്ഞൂടൂ അല്ല അല്ല വേറെ ആൾ ഇവിടെ ആളുണ്ട് വേറെ മറ്റേ നിങ്ങൾക്ക് ആരാ ഇവിടെ കൂട്ടിയെടുക്കാൻ വരണ്ട് പറയറാ അല്ല വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയുന്നതാ ദേഷ്യം പറ്റിക്കല്ല എടുക്ക് ഇന്ന് ഞാൻ ചായ എടുത്തിട്ട് തരട്ടെ ചായ എടുത്തിട്ട് തരട്ടെ കഴിക്ക്
ചൂടെടുത്തിട്ട് വരാം, മറ്റു വെക്കാനേയില്ല ഞാൻ വരട്ടെ. ചൂടെടുത്തിട്ട് വരട്ടെ, ചൂടെടുത്തോണ്ട് വരട്ടെ. ഇവിടെ വെക്ക്, ഇവിടെ വെക്ക്, ഇവിടെ വെച്ചിട്ട് തിന്ന്. അവിടെ വെക്ക്, മറ്റ് ശരിയാവില്ല. കസേര വെച്ചാൽ ശരിയാവില്ല. മടിയിൽ കടലാസ് വെക്കാൻ വേണ, മടിയിൽ കടലാസ് വെക്കണ എടുത്തിട്ട്. എനിക്കില്ലേ എനക്കായിട്ടില്ല, എനക്കായിട്ടില്ല. അറിയോ കുറച്ച് നേരം എടുക്കട്ടെ. കണ്ടില്ലേ എൻ്റെ അമ്മേൻ്റെ അവസ്ഥ കണ്ടതെന്ന്? ഇതാണ് അവസ്ഥ. ഇപ്പം കണ്ടില്ലേ, എല്ലാം പറയുന്നത് കേട്ടില്ലേ? ഇതിങ്ങനെ ഇത് വെച്ചാൽ ഇപ്പം ഇനിയിപ്പോൾ ഈ ചായ കൊണ്ട് കൊടുത്ത് കുടിച്ച് കിടന്നാൽ തുടങ്ങും. ഒരേ വർത്താനം, ആരോടൊന്നും ഇല്ലാതെ വർത്താനം. അന്യം നല്ല വിളിക്കുക, വിളിക്കുന്നത് ആരെയല്ലോ വിളിക്കുക. ഞാൻ നിൻ്റെ അമ്മയല്ലേ, വാ വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചോടുക്കും. ഇതന്നെ സ്വഭാവം, ഇതന്നെയാണ് അവസ്ഥ. ഞാനായിട്ടാണ് സഹിക്കുന്നത്. പിന്നെന്താ വേണ്ടത്? നമുക്കിപ്പോൾ എന്തെങ്കിലും പറയാൻ കഴിയുക? പെറ്റമ്മയല്ലേ. ഇങ്ങനെ ഒരു അവസ്ഥ ദൈവം തന്നില്ലേ എന്നുള്ളതാണ് എനിക്ക് സങ്കടം. സ്വബോധം, നമുക്ക് സ്വബോധം തിരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനും അമ്മയും നല്ല സുഖമായിട്ട് ജീവിച്ചൂടെ? ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല, ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അന്നേരം എന്ന് വെച്ചാൽ നല്ല വൃത്തിയായിട്ട് നിൽക്കുകയും ചെയ്യാം. ആരുമില്ല, എനിക്കൊരു സഖിയായി നമുക്ക്. ഞാനും എനിക്ക് കയ്യിലെങ്കിൽ നടുവുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അമ്മേനെ നോക്കണം എന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വട്ടം വന്നിനി. ഇന്നത്തെ പോലെ എല്ലാവർക്കും കൊണ്ടുപോകുമ്പോൾ വൃദ്ധസ്ഥാനത്തിലും ആരെയും കൊണ്ട് ചാടാൻ കഴിയില്ല. ഇനിയിപ്പോൾ ആരില്ല, ആര് നോക്കടിക്കലും ഒരാളില്ല. ഇനിയിപ്പോൾ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഇപ്പം അമ്മേനെ ആര് നോക്കുന്നുള്ളതാണ് ഇപ്പം ചിന്തിക്കുന്നത് ഞാൻ. ആരടുത്ത് ആക്കേണ്ടതെന്നുള്ളൊരു ചിന്തയാണ്. മക്കളുണ്ടായിരുന്നു, മക്കൾക്കൊന്നും നോക്കാൻ കഴിയില്ല എന്നല്ലേ പറയുന്നത്. മക്കൾ ഇനി ഒരാളെ ഇല്ലു. ഇപ്പോൾ നമ്മൾ രണ്ടാൾ പോയി, ഇനി ഒരാളെ ഇല്ലു. അവൻ നോക്കാൻ കഴിയില്ല എന്നല്ലേ പറയുന്നത്. പിന്നെന്താ ചെയ്യേണ്ടത്? അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ നോക്കി പോകുന്നു. ഞാനിവിടെ ഇല്ലത് കൊണ്ട് ഭംഗിയായിട്ട് 4 മണിക്ക് എണീറ്റ് കുളിച്ചു. കുളി കഴിഞ്ഞ് അത് കൊണ്ടാക്കി കക്കൂസിലും പോയി വലിയ തേക്കലും എല്ലാം കഴിഞ്ഞ് അവിടെ കൊണ്ടാക്കി ഉടുത്തെല്ലാം മാറ്റി വിരിപ്പെല്ലാം മാറ്റി അവിടെ വിരിച്ച് എല്ലാം വൃത്തിയാക്കി വെച്ചു. ഇനിയിപ്പോൾ ചായ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഉച്ചയാകുമ്പോഴേക്ക് ചോറ് കൊടുക്കാനാവും. രാവിലെയുള്ള ചായ കഴിഞ്ഞിട്ടൊന്ന് ചെറിയ കടി കൊടുക്കും. വല്ല ചിപ്സോ മിക്സറോ പിന്നെ വെട്ടിയപ്പോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കുറച്ചൊക്കെ ചെറിയ ചായ കടി കൊടുക്കും. പിന്നെ ഒരു 9 മണി കഴിയുമ്പോൾ ഇത് കൊടുക്കുക, ചായ കടി കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം. പിന്നെ ഒരു 4 മണി കഴിഞ്ഞിട്ടാകുമ്പോൾ 5 മണിയാകുമ്പോൾ ചായയും എന്തെങ്കിലും ചെറിയ കടി അതും കൊടുക്കും. പിന്നെ പിന്നെ സന്ധ്യക്ക് ചോറത്രേ ഉള്ളൂ. ചോറ് ലേശം ചോറ് തിന്നു, കടി തിന്നും, ചോറ് വേണ്ട. അങ്ങനെ അത്രയേ ഉള്ളൂ. പിന്നെ ഞാനിങ്ങനെ എങ്ങനെയെങ്കിലും അങ്ങ് പോയി കൊടുത്തിട്ട് അനക്കാണെങ്കിൽ ഇപ്പം തീരെ നടക്കാൻ കഴിയാണ്ടായിട്ടേ അങ്ങനെ പിടിച്ചിട്ട് ഒന്നാമത് 1 പ്രാവശ്യം 2 പ്രാവശ്യം എത്ര പ്രാവശ്യം ഒരു 5-6 പ്രാവശ്യമെങ്കിലും കക്കൂസിൽ കൊണ്ടുപോകാൻ വരുമ്പോൾ വേണം. പിടിച്ചിട്ട് തന്നെ കൊണ്ടുപോകണം. പിടിച്ചിട്ട് ആ കയറിലെടുത്ത് എത്തിച്ചിട്ട് കസേല പിടിച്ചാൽ ആടെ എത്തിക്കും. ആടെ കയറ് പിടിച്ചിട്ടാകുമ്പോൾ ഞാനൊരു സൈഡ് പിടിക്കും. അതിനകത്ത് വരുമ്പം വെള്ളത്തിൽ വെക്കിയിട്ട് അങ്ങനെ വെക്കി വീഴാൻ നോക്കും. അന്നേരം എൻ്റെ ശക്തി തേച്ച് കൊടുക്കണം. അതാണ്, മറ്റു വേറൊന്നല്ല.
അവിടെ ചില സമയത്ത് വല്ലാണ്ട് വയലൻ്റ് ആവും. അതാണ് സഹിക്കാൻ പറ്റാതെ. പറഞ്ഞാലും മനസ്സിലാവില്ല, എന്തെന്ന് പറഞ്ഞാലും മനസ്സിലാവില്ല, ആര് പറഞ്ഞാലും മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അന്നേരം വരുന്നത്. ഇങ്ങനെയൊന്നും ആർക്കും വരരുത് ഞാൻ പ്രാർത്ഥിക്കുന്നു. വയസ്സായാലും സ്വഭാവത്തോടെ മാത്രമേ നമുക്ക് ദൈവം കൊടുക്കാൻ പാടുള്ളൂ. എത്ര ദൈവത്തിനെ വിളിക്കുന്നുണ്ട്. അമ്മയും ദൈവത്തിനെ വിളിക്കാതെ അമ്മയൊന്നല്ല, പണ്ടേ ദൈവത്തിനെ കൊണ്ട് നടക്കുന്ന ആൾ തന്നെയാണ്. പക്ഷെ പറഞ്ഞിരുന്ന കൊണ്ട് ഇതിങ്ങനെ ആയിപ്പോയി നമ്മുടെ തലവിധി. ഇനി ഞാനിപ്പോൾ എങ്ങനെയാവുന്നു ദൈവത്തിൻ്റെ പറയാൻ കഴിയുമോ? അതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ നല്ലത് ചെയ്താലാണ് ദോഷം വരുന്നിപ്പം. മുമ്പത്തെ കാലത്തെ പോലെയല്ല, ദോഷം ചെയ്യുന്നവർക്ക് ഒന്നും സംഭവിക്കുന്നില്ല. അതിനുള്ള കാലമാണിപ്പോൾ. വേണാ കിട്ടു വേണാ കുട്ടാ ആ ലേശം തന്നെ കൂടെ ഇല്ലേ അത് വേണം പൊടിച്ചു കേട്ടോ ലേശം. നിൽക്കട്ടെ ഇതിട്ടേ അത് പാടില്ലേ മതിയാ? ആ ചന്തയിൽ ചന്തയത്ത് ഉണ്ടാവും ഇറക്കുന്നില്ല. അരി ചന്തി ചന്ദ്രി കരക്കുന്നുണ്ടോ? ചന്ദ്രിക്കട കറക്കാൻ റബ്ബറുണ്ടാ? റബ്ബറുണ്ടാ കറക്കാൻ? ഇല്ലേ കൊടുത്തു. റബ്ബറെല്ലാം മുറിച്ചില്ലേ? ഇല്ല. ആ റബ്ബറെല്ലാം മുറിച്ചു. റബ്ബറെല്ലാം കഴിഞ്ഞല്ലേ മുറിച്ചിനി. ആ അണ്ടി വെച്ചിട്ടുണ്ട്. അണ്ടിയും പിന്നെ വായലും വെച്ചിട്ടുണ്ട്. കാണുന്നില്ലേ? നോക്കറാ. മറ്റേ അണ്ടിയും വായലും വെച്ചിട്ടുണ്ട്. വാഴ വെച്ചിട്ടുണ്ട്. അണ്ടി വൃത്തിക്കാൻ വേണ്ടി. ഒരു വേറൊന്നല്ല. ഇത് തന്നെ ഒരു ബോധമില്ലാതെ ഒരു വർത്താനം പറയുക. എല്ലാം ഒരു ബോധമില്ലാതെ ഒരു വർത്താനം. എന്തെങ്കിലും ഇന്നതാ പറയുന്നത് അത് പറഞ്ഞാൽ എന്നാന്നോ അതൊന്നുമില്ല. ചില സമയം കേൾക്കുമ്പോൾ എല്ലാവരുടെ സങ്കടവും വരും, ചില സമയം ദേഷ്യവും വരും, ചില സമയം സങ്കടമാണ് വരിക. ഞാനിങ്ങനെ ആയില്ലെന്ന്. ഇതിങ്ങനെ എല്ലാവരും പിന്നെ ഇങ്ങനെയുള്ള അമ്മമാരെല്ലാം എവിടെയെങ്കിലും കൊണ്ടുപോവുകയും ചെയ്യുന്നില്ല. അതിനുള്ളവർക്ക് ഒരു പരിഹാരം ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തിരുന്നത്. എല്ലാവരും അമ്മമാരെ നോക്കണം. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാൽ 10 മാസം കഷ്ടപ്പെട്ട് വളർത്തി ആക്കിയിട്ടാണ് പ്രസവിച്ച് നൊന്ത് പ്രസവിച്ച് നമ്മൾ ആറ്റിലും വീട്ടിലും വീഴാതെ എന്നിട്ട് വെള്ളത്തിലും തീയിലും വീടിയാ വീഴാതെ നോക്കി കഷ്ടപ്പെട്ടിട്ടല്ലേ മക്കളെ വളർത്തുന്നത്. ആ മക്കളെ തിരിഞ്ഞു കൂത്തുന്ന കാലല്ലേ ഇപ്പം. ആ തിരിഞ്ഞു കൂത്തുന്ന കാലല്ലേ ഇന്ന്. അതുകൊണ്ട് അത് എല്ലാവരും ഇത് കണ്ടിട്ടെങ്കിലും എല്ലാവരും നോക്കട്ടെ. എല്ലാവരും അമ്മമാരെ നോക്കട്ടെ. ഇങ്ങനെ കഷ്ടപ്പെട്ടാണ്ട് നോക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. ഇനി എന്ത് മോശമായാലും അമ്മ തന്നെയല്ലേ. അമ്മക്ക് പകരം വേറെ ആരും ആവില്ലല്ലോ. അമ്മ എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ എന്നാണ്. അതുകൊണ്ട് എല്ലാവരും നൊന്ത് പ്രസവിച്ച അമ്മേനെ എല്ലാവരും നോക്കണം. എനിക്കത്രേ പറയാനുള്ളൂ. ആരും പിന്നെ വൃദ്ധസദനത്തിൽ കൊണ്ടിടാൻ പാടില്ല. വൃദ്ധസദനത്തിൽ നിന്നെല്ലാം ഓരോരോ അമ്മമാരെ വർത്തമാനം കേൾക്കുമ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാനെല്ലാം പറയും അമ്മയോട്, അമ്മേനെ ഞാൻ വൃദ്ധസദനത്ത് കൊണ്ടാക്കാമെന്ന് പറയും. പക്ഷേ ഞാൻ കൊണ്ടാക്കാനല്ല പറയുന്നത്. അമ്മ ഇത് അടങ്ങുമ്പോൾ കുറച്ച്, പക്ഷേ നമുക്ക് സ്വബോധം ഇല്ലല്ലോ. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടെങ്കിലേ അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ചില സമയത്ത് നല്ല ബോധം ഉണ്ടും തരും. ചില സമയത്താണ് ഒരു വല്ലാത്തൊരു ബോധക്കേട്. ഇത് ഇപ്പം വന്നതാണ്. ഇപ്പം കുറച്ച് നാളെ ആയിട്ടില്ല വന്നിട്ട്, 2-3 മാസമേ ആയിട്ടില്ല വന്നിട്ട്. അങ്ങനെ മറ്റുണ്ട് കുറേശ്ശെ ഇങ്ങനെ എന്തെല്ലോ പറഞ്ഞു കൊടുക്കും. പിന്നെ സ്വത്ത് വേണം എന്ന് അങ്ങനെ പറഞ്ഞു കൊടുക്കും. പക്ഷെ അത് പിന്നെ കാര്യത്തിൽ പറയുന്നതായിരിക്കും. അത് പിന്നെ പണ്ടേ ഉള്ളതെല്ലാം ധരിച്ചിട്ട് അങ്ങനെ ഒന്നും കണക്കായി. ഇപ്പം അതിങ്ങനെ ഈ ബോധക്കേട് പോലെ എല്ലാം പറഞ്ഞതൊന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പാട് ഞാനങ്ങനെ പറഞ്ഞേ ഇല്ലെന്ന് പറയും. അങ്ങനെയുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് എല്ലാവരും അമ്മ തന്നെയാണ്. എല്ലാവരും ആരായാലും പെറ്റമ്മേനെ നോക്കണം. ഇനി എന്ത് ഇതായാലും ശരി. ഞാനിപ്പം അമ്മയിപ്പോൾ 4-5 കൊല്ലമായി. കൊറോണയ്ക്ക് മുമ്പേ, കൊറോണയ്ക്ക് ശേഷം 20-ന് ശേഷം ഞാൻ അമ്മേനെ ഇങ്ങനെ നോക്കുന്നു. നടക്കാൻ കഴിയാണ്ടായിട്ട് ഇപ്പം തീരെ നടക്കാൻ കഴിയായിട്ട് 3 കൊല്ലമായി. അതിലിടക്ക് നടക്കും, കുറേശ്ശെ നടക്കും, അത്രയേ ഉള്ളൂ. അന്നേരേ ഇങ്ങനെ ഇതേപോലെ തന്നെ മൂത്രവും എല്ലാം നമ്മൾ തന്നെ കൊണ്ട് ചെയ്യണം. ഇനി പോയാലും വൃത്തിയാക്കി കൊടുക്കും ഞാൻ തന്നെ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. കുളിപ്പിക്കലും എല്ലാം ഞാൻ തന്നെ ചെയ്യല്. എനിക്ക് കഴിയില്ലാന്ന് വെച്ചാൽ ഞാൻ കുളിപ്പിക്കാൻ നിൽക്കില്ല. അതിന് ഇന്നാൾ തീരെ അമ്മ എണീക്കാൻ കഴിയാണ്ടായിട്ടാണ് എൻ്റെ മോള് 1 മാസം 2 മാസത്തോളം ഓൾ വന്ന്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞു, ഞാൻ ദിവസവും വരണ്ടേ, ഒക്കെ പോകും വേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ തന്നെ സ്വന്തം ചെയ്യാമെന്ന് പറഞ്ഞിട്ട്
കയറ് കെട്ടി കക്കൂസിലേക്ക് പോകാനുള്ള വഴിയാക്കിയിട്ട് കൂട്ടി പോയിട്ട് ആക്കാൻ നോക്കുന്നു. അന്നേരം തീരെ എണീക്കാൻ കഴിയില്ലായിരുന്നു. അന്നേരം എല്ലാം കിടക്കയിൽ തന്നെയല്ലോ. ഇപ്പോൾ അങ്ങനെ തന്നെയാണ്, നടന്നങ്ങ് എത്തുന്നില്ല. നടന്നങ്ങ് എത്തുന്നിടക്ക് ഇപ്പം മെല്ലെ പോകാനാവില്ലോ. വിചാരിച്ച പോലെ അങ്ങനെ ഇതില്ല. ഇങ്ങനെ അങ്ങ് എത്തുന്നിടക്കെല്ലാം പോകും, പുറത്തേക്ക് തന്നെ ആവും. പക്ഷെ എന്നാലും നമുക്കിപ്പം കൂടാണ്ടില്ലല്ലോ. പറയാമെന്നല്ലാതെ നമുക്കിപ്പം വേറെ ആരും ഇല്ലല്ലോ. അമ്മ തന്നെയല്ലേ. നമ്മളിപ്പോൾ അമ്മ ഉള്ളിടത്തോളം കാലം നമ്മൾ കുട്ടികളാണ്. അമ്മയില്ലെങ്കിൽ പിന്നെ നമ്മൾ കുട്ടികളെ സ്ഥാനം പോയില്ലേ, നമ്മൾ അമ്മയായില്ലേ. അതുകൊണ്ട് എനിക്ക് പിന്നെ അമ്മയുള്ളത് എനിക്കൊരു കൂട്ടുമാണ്, എല്ലാം ആണ്. എൻ്റെ പിന്നെ എനിക്ക് ഇന്ന് മാത്രമല്ല, ചെറുപ്പത്തിലേ അമ്മയെന്ന് വെച്ചാൽ എനിക്ക് ജീവനം തന്നെയാണ്. ചെറുപ്പത്തിലേ അതെ, എനിക്ക് അമ്മ എന്ന് വെച്ചാൽ പണ്ടേ ചെറുപ്പത്തിലേ ജീവനാണ് താനും. ആ ഒരു സ്നേഹം ഇപ്പോൾ ഉണ്ട്. അച്ഛനായാലും അച്ഛൻ ചെറിയ പ്രായത്തിൽ അച്ഛൻ മരിച്ചു. ചെറിയ പ്രായത്തിൽ ക്യാൻസർ വന്നിട്ട് അച്ഛൻ മരിച്ചിന്. അച്ഛൻ അങ്ങനെ കിടന്നിട്ടൊന്നുമില്ല. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ ഒരു 2 ആഴ്ച അച്ഛൻ നിന്നിട്ടില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലായിട്ടോ അങ്ങനെയൊന്നും അച്ഛനെ കൊണ്ടൊന്നും അങ്ങനെ വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല. അച്ഛൻ ആദ്യമേ സുഖമുണ്ട് അറിയില്ലായിരുന്നു. പിന്നെ വലിയ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ അടുത്ത കുറച്ച് 1 മാസം കഴിയുമ്പോഴേക്കന്നെ മരിക്കുകയും ചെയ്തു. അതുകൊണ്ട് അച്ഛനെ കൊണ്ട് അങ്ങനെ, അതുകൊണ്ട് അച്ഛൻ്റെ ഒരു അച്ഛനും നല്ലൊരു മനുഷ്യനാണ് എൻ്റെ അച്ഛൻ. അച്ഛൻ നല്ലൊരു മനുഷ്യനായിരുന്നു. അച്ഛനും എന്നോട് ഞാൻ തന്നെയാണ് അച്ഛനെ നോക്കി. ഞാൻ ഇതേ വീട്ടിൽ വെച്ചിട്ട് തന്നെ അച്ഛൻ സുഖമായിട്ട് മരിക്കാനാകുമ്പോൾ ഞാൻ തന്നെയാണ് വീട്ടിൽ അച്ഛനെ ഞാൻ തന്നെയാണ് നോക്കിയത്. അച്ഛൻ ഞാൻ തന്നെ നോക്കിയിട്ടാണ് അച്ഛൻ ആസ്പത്രിയിൽ പോയതും അച്ഛൻ സുഖമായിട്ടാന്ന് അറിഞ്ഞതും ഞാനിവിടെ വന്നതിന് ശേഷമാണ്. അച്ഛൻ മരിക്കുന്നതിന് 5-6 മാസം മുമ്പേ ഞാനിവിടെ വന്നിട്ടുള്ളൂ. വന്നതിന് ശേഷമാണ് അച്ഛനെ നോക്കിയാക്കിയത്. അതുകൊണ്ട് എല്ലാവരും വയസ്സായ ആളെ നോക്കണം. എല്ലാവരും വൃദ്ധസ്ഥാനത്തിൽ ആരും ഇനി ഏത് ദൈവം വന്നാലും വൃദ്ധസ്ഥാനത്ത് കൊണ്ടാക്കാൻ പാടില്ല. ഇനി എത്ര കഷ്ടപ്പെട്ടാലും ശരി, ഒന്നുമില്ല ആളെയാക്കി നോക്കിയാലും വൃദ്ധസ്ഥാനത്ത് കൊണ്ടാക്കാൻ പാടില്ല. എനിക്ക് അത്രേ പറയാനുള്ളൂ. എല്ലാവർക്കും ഇതൊരു അനുഭവമായിട്ട് നട്ടാൽ ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തിരുന്നു. അവിടെ നിങ്ങളെല്ലാവരും അമ്മമാരെ നോക്കണം, വയസ്സായ ആളെ നോക്കണം. അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ അവർ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ പറയും, അതൊന്നും നമ്മൾ കണക്കിലെടുക്കാണ്ട് നിന്നോളുക, അത്രയും രക്ഷയില്ല. അവർ പറയുന്നതിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കിട്ടുന്നതല്ലാതെ നമ്മൾ നോക്കണം, വൃത്തിയായിട്ട് നോക്കണം. ഞാനിപ്പം എൻ്റെ അമ്മയെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഒരു കാര്യത്തിനും ഒരു മുടക്കമില്ലാതെ തന്നെ ഞാൻ ഇന്നേ വരെ നോക്കും. നമുക്ക് എന്താ വീടിൻ്റെ കാര്യം കൊടുക്കും. ഇനി വയറ്റിന് പോകുന്നുണ്ട് നേരിച്ചിട്ട് ഭക്ഷണം കൊടുക്കാണ്ട് വെക്കുമോ, അങ്ങനത്തെ ഒരു ഇതുമില്ല. ഞാൻ ഇഷ്ടം പോലെ ഏത് സമയത്ത് വേണം തോന്നിയിട്ട് അപ്പാട് ഞാൻ ആക്കിയിട്ട് അത് കൊടുക്കും. എനിക്ക് ഇന്നതാ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സന്തോഷത്തോടെ തന്നെയാണ് കഴിഞ്ഞത്. പക്ഷെ നമുക്കത് അമ്മ അറിയുന്നില്ല. ഞാൻ ഞാൻ നോക്കുന്നുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട്, നമുക്ക് അറിയുന്നില്ല. അതാണ് സംഭവം, സത്യം. അപ്പോൾ എൻ്റെ അവസ്ഥയും നിങ്ങൾ കണ്ടില്ലേ, നടുവില്ല കാലുമില്ലാതെ ഒരവസ്ഥയാണ്. എന്നിട്ടും ഞാൻ ഒത്തിരി അധികം ഞാൻ അമ്മേനെ നോക്കുന്നില്ലേ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആരോഗ്യമില്ല, നിങ്ങൾ ആരും അമ്മേനെയോ അച്ഛനെയോ വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടുവിടാൻ പാടില്ല. എല്ലാവരോടും നന്ദി പറഞ്ഞ് ഹൃദയം നിറഞ്ഞ ആശംസകൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നിപ്പം ഇവിടെ ഇത് അവസാനിപ്പിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും. അമ്മേനെ ഞാൻ കൂട്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഈ വീഡിയോ കൂടാണ്ട് ഇനി ഒരു ദിവസവും ഞാൻ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അമ്മേനെ എങ്ങനെ നോക്കേണ്ടതെന്നുള്ളതും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം.